ഇന്ത്യൻ ഹിന്ദുത്വ മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജിനിയോളജി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിന്ദുത്വ ഫോം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? അത് ബംഗാളിൽ നിന്നാണ്. ഇന്ത്യൻ ഹിന്ദുത്വ മൂവ്മെൻറ്റ് അതിൻ്റെ കൾച്ചറൽ ലീനേജ് കിടക്കുന്നത്, അതിൻ്റെ രൂപീകരണം, അതിൻ്റെ ഫോമേഷൻ കിടക്കുന്നത് യഥാർത്ഥത്തിൽ അനുശീലൻ സമിതിയുണ്ട്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുണ്ട്, മറ്റേ മുഖർജി, ശ്യാംപ്രസാദ് മുഖർജിയുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഹിന്ദുത്വയുടെ ക്രൈഡിൽ എന്ന് പറയാവുന്ന, കളിത്തൊട്ടിൽ എന്ന് പറയാവുന്ന ഭൂപ്രദേശമാണ് വെസ്റ്റ് ബംഗാൾ. പക്ഷേ രാഷ്ട്രീയമായി അവർക്ക് അവരുടെ കയ്യെത്താ ദൂരത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 10-15 വർഷമായി RSSൻ്റെ, ഞാൻ പറയുന്നു BJPയുടെ അല്ല, RSSൻ്റെ ലക്ഷ്യമായിരുന്നു ബംഗാൾ പിടിക്കുക എന്നുള്ളത്. അതിന് വേറെയും പല കാരണങ്ങളുണ്ട്. ബംഗ്ലാദേശുമായുള്ള അതിർത്തി, ഇങ്ങനെയൊക്കെയുള്ള അവിടുത്തെ പോപ്പുലേഷൻ, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. RSSൻ്റെ കാര്യകർത്താക്കളെ നേരിട്ട് നിയോഗിച്ച് BJPയുടെ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ അതേക്കാൾ വോള്യത്തിൽ ഗ്രൗണ്ട് ലെവലിൽ RSS കാര്യകർത്താക്കൾ, RSS പ്രചാരകന്മാർ അവിടെ താമസിച്ച് വർഷങ്ങളായി തന്നെ 10 വർഷത്തിലധികമായി പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. BJP ഒരു പൊളിറ്റിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന പണിയെടുക്കുമ്പം RSS കൾച്ചറൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന പണി അടിത്തട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പൊടുന്നനെ BJP ഒരു വിജയം നേടിയതല്ല. ദീർഘകാലത്ത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തുണ്ട്, ദീർഘകാലത്തെ കഠിനമായ അവരുടെ പ്രയത്നമുണ്ട്. അതിൻ്റെ കൂടെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സംഗതികളുണ്ട്. അതെല്ലാം കൂടി വന്നപ്പോൾ മമതാ ബാനർജിയുടെ ആ പോരാട്ടം, ഒരർത്ഥത്തിൽ അവരുടെ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്ന സംഗതിയാണ്. അതിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അപ്പോഴും മമതാ ബാനർജി എന്നുള്ളത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട്, ഒരു പൊളിറ്റിക്കൽ കറണ്ടായിട്ട് അവിടെയുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞിരുന്നു, സെക്രട്ടേറിയറ്റിലുള്ള അല്ലെങ്കിൽ CM ഓഫീസിലുള്ള മമതാ ബാനർജിയേക്കാൾ പവർഫുൾ എപ്പോഴും തെരുവിലുള്ള മമതാ ബാനർജി ആയിരിക്കും. അവരുടെ പാർട്ടിയുടെ സ്ട്രീറ്റ് പവർ അവിടെ ഉണ്ടായിരിക്കും. ബംഗാൾ കൂടുതൽ കലുഷമായ, കൂടുതൽ തീക്ഷ്ണമായ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.